ഫ്രണ്ട്സ്, നമ്മൾ ഗ്ലോബൽ സിറ്റി ദമാമിൽ ജപ്പാൻ കൊറിയ കണ്ടു. ഇനി നമ്മൾ മൊറോക്കോയിലാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ജപ്പാൻ കൊറിയയുടെ ഫ്രണ്ടിലുള്ള സ്റ്റാച്ചു ആണത്. അങ്ങനെ ഓരോ രാജ്യത്തിനും ഫ്രണ്ടിൽ ഇങ്ങനെ ലൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. മൊറോക്കോയുടെ ഫ്രണ്ടിൽ ഇതുണ്ടോ, ഒരു കോയിനൊക്കെ ഇങ്ങനെ നിധി ട്രഷറിൻ്റെ ഒരു പെട്ടി അല്ലേ, ട്രഷറിൻ്റെ പെട്ടി. അതെന്താ കോയിൻസൊക്കെ ആയിട്ട് അവിടുത്തെ സ്റ്റോറീസ്, എനിക്ക് പഴയ സ്റ്റോറീസും കൾച്ചറൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസാണ് അവരുടെ ഓരോ രാജ്യത്തിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. ഇതാണ് മൊറോക്കോയുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു മാപ്പ് ഉണ്ട്. നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് നോക്കാനും പിന്നെ നമ്മളിനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഞങ്ങളിത് ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി ഞങ്ങൾക്കറിയാം രണ്ട് സൈഡ്, ഞങ്ങളൊരു നടുക്കായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി രണ്ട് സൈഡിലോട്ട് ഞങ്ങൾക്കും പോകണം. അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അതേ മൊറോക്കോയിൽ പോവാണ്. ആവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടുത്തെ ഒരു സ്റ്റൈലിലെ ഷൂസിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. സെമി ഷൂസാണ്, ഫുൾ കവേർഡല്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഒരു ഇങ്ങനെ പാത്രങ്ങളുടെയൊക്കെ കടയായിരുന്നു. അവിടുത്തെ കൾച്ചറിൻ്റെ ഈ വർക്കൊക്കെ ഉള്ള പാത്രങ്ങൾ, പിന്നെ ഡ്രസ്സിൻ്റെ സ്റ്റോള്, ഫുഡ് സ്റ്റോള്, ഇതിൽ കുറേ ജ്യൂസും പിന്നെ ഡെസേർട്ട് ഐറ്റംസൊക്കെയാണ് ഉള്ളത്. പിന്നെയും കുറേ ഡ്രസ്സിൻ്റെ സ്റ്റോളായിരുന്നു കേട്ടോ. അവിടുത്തെ ടെക്നിക്സ് അവിടെ മോഡൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ. അങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ, പിന്നെ ഫുഡ് സ്റ്റോളുകൾ. പിന്നെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഈ സംഭവം മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ സ്റ്റാച്യൂസ്, കുറേ ഫ്രൂട്ട്സ്, ആപ്പിൾ, ഗ്രേപ്സ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ദൂരെ നിന്ന് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക ഒരു ഷൈൻ ഉണ്ടാകും കേട്ടോ. ടീ സെറ്റ്, ഇടിക്കുന്ന കപ്പ്, നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാനായിട്ട്. നല്ല രസമുണ്ട്. അത് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പല പല ഐറ്റംസ് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഷോക്കേസിലാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കാൻ നല്ല രസമായിരിക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ ഫുഡ് സ്റ്റോളുണ്ട് കേട്ടോ. മൊറോക്കോയിൽ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഈ ചെസ്സിൻ്റെ ഓരോ ഗെയിമിൻ്റെ, പിന്നെ ഒരു വുഡനായിട്ടുള്ള ഓരോ പാത്രങ്ങളും, ഗോൾഡൻ സിൽവർ കളറിലെ കുറേ ജഗ്ഗുകളും പാത്രങ്ങളും കപ്പുകളും, നമ്മളിങ്ങനെ ഈ സ്റ്റോറീസിലും കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലെ ഈ പഴയ അറബിക് കഥകളെന്നൊക്കെ പറഞ്ഞ് കാണിക്കത്തില്ല. അപ്പം ഇങ്ങനത്തെ എന്താ പറയുക ജഗ്ഗുകളും ഗ്ലാസ്സുകളൊക്കെ കാണിക്കത്തില്ല, ഗോൾഡൻ സിൽവർ. എനിക്കതുപോലെയാണ് ഫീൽ ആയിരുന്നത് കണ്ടപ്പോൾ. അതിൻ്റെ തന്നെ കുറേ, പിന്നെ അടുത്തൊരു സ്റ്റോളും ഉണ്ടായിരുന്നു കേട്ടോ, മാർബിളിൻ്റെ ആനിമൽസും കുറേ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതെ അവിടുത്തെ ബാഗ് ഐറ്റംസാണ്. അവിടുത്തെ വർക്ക് ഉണ്ടോ, ആ വർക്ക് കാണാൻ നല്ല രസമുണ്ടല്ലേ. അവിടുത്തെ ഒരു ടൈപ്പാണ് തോന്നുന്നല്ലേ ആ ബാഗുകൾ. പിന്നെ വേറൊരു കടയിലോട്ട് ഞങ്ങൾ കയറി. അതും ഇങ്ങനത്തെ ഐറ്റംസാണ്, ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഇത് വാൾ ഹാങ്ങിങ് ആണെന്ന് തോന്നുന്നു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വാൾ ഹാങ്ങിങ് ആണെന്ന് തോന്നുന്നു. അതും നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനെ വാൾ ഹാങ് ചെയ്തിരുന്നത് നല്ല രസമായിരിക്കും. അവിടെ കുറേ കപ്പൊക്കെ ഇരിക്കും. നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ പ്ലേറ്റ്സ് ആണെങ്കിലും കപ്പുകളാണെങ്കിലും എല്ലാം കാണാൻ നല്ല വർക്കാണ്, ഭയങ്കര വർക്ക്സാണ് കേട്ടോ. നല്ല വർക്ക്, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെയും ഡ്രസ് സ്റ്റോളാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുണ്ട്. അത് നല്ല വർക്കുണ്ട് ഡ്രസ്സുകളാണെങ്കിലും പ്ലേറ്റ്സൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം ഞാനിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ.